വീതി കുറവും കുത്തനെയുള്ള വളവുകളും നിറഞ്ഞ MC റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാണ്. സംരക്ഷണ വേലി പോലും ഇല്ലാത്ത വളവുകളാണ് MC റോഡിൽ അപകടക്കെണിയാവുന്നത്. തിരുവനന്തപുരം, കണക്കോട്, തണ്ണിപ്പാറ, വേറ്റിനാട്, കന്യാകുളങ്ങര വളവുകളിൽ അപകടം സ്ഥിരം കാഴ്ചയാണ്. റോഡിന്റെ വീതി കുറവ് കാരണം ഗതാഗത കുരുക്ക് പലപ്പോഴും ഇവിടങ്ങളിലൊക്കെ രൂക്ഷമാവുകയും ചെയ്യുന്നുണ്ട്. AK സ്റ്റെഫിൻ നമുക്ക് വിവരങ്ങളുമായി ചേരുന്നു. സ്റ്റെഫിൻ, പലപ്പോഴും ദേശീയപാതയിൽ അപകടങ്ങൾ പതിവാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ മേഖലകൾ, നമ്മൾ ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ റോഡിന് വളരെ വീതി കുറവാണ് എന്നതാണ്. എന്താണ് ഇതിൽ പരിഹാര മാർഗം? എങ്ങനെയാണ് ഇത് മറികടക്കാനാവുക? പലപ്പോഴും മണിക്കൂറുകളോളം നീളുന്ന ഗതാഗത കുരുക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം. മൊത്തം 240 കിലോമീറ്ററുള്ള MC റോഡിൽ ആകെ 40 കിലോമീറ്റർ കടന്നു പോകുന്നത് തലസ്ഥാന ജില്ലയിലൂടെയാണ്. കേശവദാസപുരം മുതൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കിളിമാനൂർ, തട്ടത്തുമലയൊക്കെ വഴിയാണ് ഇങ്ങനെ MC റോഡ് കടന്നു പോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കന്യാകുളങ്ങരയിലാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ആ KSRTC ബസ് നിൽക്കുന്ന സ്ഥലത്താണ് അപകടം ഉണ്ടായത്. അവിടെ ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടു. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഈ MC റോഡിന്റെ വട്ടപ്പാറ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വട്ടപ്പാറ മുതൽ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ കൊടും വളവുകളാണ്. അതൊക്കെ ഒരു വളവുകളാണ്, അതൊക്കെ അപകടകരമായിട്ടുള്ള വളവുകളാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ദേശീയപാത നിർമ്മാണം നടക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ഈ കോട്ടയം ഭാഗത്തേക്ക്, കൊട്ടാരക്കര ഭാഗത്തേക്കൊക്കെ പോകാൻ ആളുകൾ കൂടുതൽ ആശ്രയിക്കുന്ന ഒരു റോഡ് കൂടിയാണ് MC റോഡ്. അവിടെ പലയിടത്തും വലിയ അപകടക്കെണിയുണ്ട്. കൈവരികളില്ല, സുരക്ഷാ ഭിത്തികളില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ റോഡിൽ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഗതാഗത കുരുക്കും രൂക്ഷമാണ്. ഇപ്പോൾ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് തുളസി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ റോഡിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം താങ്കൾ മനസ്സിലാക്കുന്നത് എന്താ? ഈ റോഡ് MC റോഡ് കേശവദാസപുരം മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ മണ്ണന്തല വരെ 4 വരിയും, അത് കഴിഞ്ഞാൽ തൈക്കാട് കഴിഞ്ഞ് അങ്ങോട്ട് വടക്കോട്ട് 4 വരിയും ഉണ്ട്. എന്നാൽ മണ്ണന്തലേക്കും തൈക്കാടിനും ഇടയ്ക്കുള്ള ഈ റോഡെന്ന് പറയുന്നത് 2 വലിയ വാഹനങ്ങൾക്ക് മാത്രം കഷ്ടിച്ച് നടന്നു പോകാൻ തരത്തിലുള്ള വീതി മാത്രമാണുള്ളത്. റോഡ് മാർജിനില്ല, ഫുട്പാത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു വാഹനത്തിന് എതിരെ മറ്റൊരു വാഹനം വന്നു കഴിഞ്ഞാൽ കാൽനട യാത്രക്കാരും അതുപോലെ തന്നെ മറ്റ് ചെറിയ 2 വീലർ പോലുള്ള ചെറിയ വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഒരു 7 മണിയോടുകൂടി കന്യാകുളങ്ങര പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ ഒരു തിരുവനന്തപുരത്തേക്കുള്ള ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ് നിർത്തി ആളിറക്കുന്ന സമയത്ത് കിളിമാനൂർ ഭാഗത്തിന് തിരുവനന്തപുരത്തേക്ക് തന്നെ വന്നൊരു വാഹനം ആ ബസ്സിനെ കടന്നു പോകുന്നതിന് വേണ്ടി പോകുന്ന സമയത്ത് എതിരെ വന്ന വാഹനം 2 വീലർ, ആ ഒരു വിദ്യാർത്ഥി സഞ്ചരിക്കുന്ന 2 വീലറാണ് ഈ വാഹനമായി കൂട്ടിയിടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. നമ്മൾ ഈ നിൽക്കുന്ന ഈ സ്ഥലത്താണ്, അതിന് തൊട്ട് മുമ്പ് ആട്ടോ കിടക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ ആ ബസ് വന്നപ്പോഴേക്കും എതിരെ വന്ന വാഹനത്തിനെ ബ്രേക്ക് ചെയ്ത് സൈഡിലേക്ക് പോകാനൊന്നും ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല. ആ റോഡ് എഡ്ജ് കഴിഞ്ഞാൽ പിന്നെ കുഴിയാണ്. അപ്പോൾ ആ റോഡിൻ്റെ വലതുവശത്തുള്ള വൈറ്റ് ലൈൻ കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് നിൽക്കാനുള്ള സ്ഥലം പോലും റോഡിലില്ലാത്തൊരു സാഹചര്യമാണ്. നടപ്പാതകളില്ല. അതുപോലെ തന്നെ റോഡ് മാർജിൻ മഴ വന്ന് വെള്ളം എടുത്തുകൊണ്ട് പോയി കുഴിയാണ്. അതുകൊണ്ട് തന്നെ 2 വീലർ പോയി കഴിഞ്ഞാലോ ആൾ നടന്നു പോയി കഴിഞ്ഞാലോ അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമ്മൾ നേരത്തെ കുറേ നാൾ മുമ്പ് പല പദ്ധതികൾ കേട്ടിരുന്നു. ആദ്യം കേട്ടത് ദേശീയപാതയാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്, അത് നടന്നില്ല. പിന്നീട് ഗ്രീൻഫീൽഡ് പദ്ധതിയൊക്കെ, അതിന്റെ കാര്യങ്ങളൊക്കെ എവിടെ വരെയായി, എന്തായി? കഴിഞ്ഞ ബഡ്ജറ്റിൽ അതുപോലെ 1000 കോടി രൂപ ഇതിനുവേണ്ടി മാറ്റി വെച്ചു എന്ന് പത്രവാർത്ത ഉണ്ടായിരുന്നു. യാതൊരു പ്രശ്നം ഉണ്ടായില്ല. ഇപ്രാവശ്യം കിഫ്ബിയിൽ നിന്ന് ഫണ്ട് അനുവദിച്ചു എന്ന് പറയുന്നു. പക്ഷേ അത് സംബന്ധിച്ച് യാതൊരു നടപടികളും അതിലില്ല. ഈ റോഡ് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലാണ്. 2005 അവസാനമായി ഈ റോഡ് ആധുനിക നിലവാരത്തിൽ ടാർ ചെയ്യുന്നത്. ടാർ ചെയ്യുമ്പോഴും റോഡിന് വീതി കൂട്ടുന്നൊരു സാഹചര്യം ഉണ്ടായില്ല. നിലവിലുണ്ടായിരുന്ന റോഡ് അതേ ഘട്ടത്തിൽ കൊണ്ട് തന്നെ ടാർ ചെയ്യുക മാത്രം ഉണ്ടായത്. ഈ റോഡെന്ന് പറയുന്നത് നിരവധി അതിന്റെ ഈ മണ്ണന്തല മുതൽ തെക്കാട് വരെ കാര്യം കൊണ്ട് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഒരു 2 ബസ്സുകൾ പോയി കഴിഞ്ഞാൽ ഇടുങ്ങിയ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ MC റോഡിന്റെ പല ഭാഗത്തും ഉള്ളത്. പ്രത്യേകിച്ചും ഈ മണ്ണന്തല കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്ന് ഏതാണ്ട് ഒരു വെഞ്ഞാറമൂട് എത്തുന്നത് വരെ അതിന്റെ ഒരു അവസ്ഥ ഇതാണ്. ഒപ്പം തന്നെ ഒരുപാട് ഗതാഗത കുരുക്കും പല സമയത്ത് രൂക്ഷമാകുന്നു തോന്നുന്നു. അതെ, ഞാൻ പറഞ്ഞത് 2005 അവസാനമായി ഈ റോഡ് വീതി കൂട്ടുന്നത്. വീതി അല്ല, ടാർ ചെയ്യുന്നത്. ടാർ ചെയ്യുന്ന ആധുനിക നിലവാരത്തിലേക്ക് ആ സ്ഥലത്ത് യാതൊരു വളവുകൾ നിവർത്താതെയും റോഡിന്റെ വീതി കൂട്ടാതെയാണ് ടാർ ചെയ്തത്. പക്ഷേ 2005 റോഡിന് വാഹന പെരുപ്പത്തിന്, വാഹന സാന്ദ്രതയേക്കാൾ കൂടുതൽ ഒരു 100 ഇരട്ടി വാഹനങ്ങളാണ് ഇപ്പോൾ ഇതുവഴി കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് നാഷണൽ ഹൈവേയിൽ വഴി നമ്മൾ എറണാകുളത്തേക്കും മറ്റും പോകുന്ന വാഹനങ്ങൾ, അത് മന്ത്രിമാരടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഇതുവഴിയാണ് സഞ്ചരിക്കുന്നത്. അത്ര തിരക്കേറിയ ഒരു റോഡാണ്. ഈ റോഡിൽ റോഡ് വികസിപ്പിക്കണം, 4 വരിയുടെ ഒരു സ്വപ്നം ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഉള്ളതാണ്. പക്ഷേ ഈ സൈഡിലുള്ള ഈ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന റോഡ് മാർജിനും അതുപോലെ തന്നെ ഓടയൊക്കെ ഒന്ന് റെഡിയാക്കി, അല്ലെങ്കിൽ ഇനിയും അപകടങ്ങൾ കൂടും. നിരവധി ജീവനുകൾ പൊലിഞ്ഞു കഴിഞ്ഞു. ഇതിപ്പോൾ അവസാനമായി സംഭവിച്ചത് ഒരു MBBS വിദ്യാർത്ഥിയാണ്. ഒരു കുടുംബത്തിൻ്റെയും നാട്ടിൻ്റെയും പ്രതീക്ഷയാണ് ഇവിടെ പൊലിഞ്ഞു പോകുന്നതിന് ഇടയായത്. ഇത് അധികാരം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ മഴക്കാലമായി കഴിഞ്ഞു ഓടകളെല്ലാം നിറഞ്ഞ് ഈ ഓടയിലുള്ള മണ്ണും ചെളിയും MC റോഡിലേക്ക് വന്ന് കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ നമുക്ക് ഇതുവഴി 2 വീലർ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല.
വഴിവിളക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലെ തെരുവിളക്ക് കന്യാകുളം ജംഗ്ഷനിലെ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് ഉണ്ട്, അത് കത്തിയിട്ട് കാലങ്ങളായി കത്തുന്നില്ല. അത് സംബന്ധിച്ച് നിരവധി നിവേദനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ കന്യാകുളം ജംഗ്ഷൻ എന്ന് പറയുന്നത് കന്യാകുളങ്ങര ഗവൺമെൻറ് സ്കൂള്, നെടുവേലി ഹയർ സെക്കൻഡറി സ്കൂള്, കന്യാകുളങ്ങര ഗേൾസ് സ്കൂള്, അതുപോലെ തന്നെ കന്യാകുളങ്ങര കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ നിരവധി ഓഫീസുകളും സ്കൂളുകളും ഉള്ള വളരെ തിരക്കേറിയ ജംഗ്ഷനാണ്. ഈ സമയത്ത് വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാവിലെയോ പോലീസ് അധികാരികളുടെ ശ്രദ്ധയുടെ ഉണ്ടാകുന്നില്ല, ഗതാഗതം നിയന്ത്രിക്കുന്നതിന് കഴിയുന്നില്ല. വൈകുന്നേരം 4:30 കഴിഞ്ഞാൽ 7 മണി വരെ വെമ്പായം മുതൽ ഏകദേശം വേറ്റനാട് വരെയുള്ള ഭാഗത്ത് റോഡ് വളരെ മണിക്കൂറുകളോളം ആളുകൾ കാത്തു കിടന്നാണ് കടന്നു പോകുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വെമ്പായം മുതൽ ഈ പെരുങ്കൂർ വരെ എത്തുന്ന സ്ഥലത്തിനിടയ്ക്ക് 4 കല്യാണ മണ്ഡപങ്ങളുണ്ട്. അവിടെ വിവാഹമുള്ള ദിവസങ്ങളിൽ ഓഡിറ്റോറിയങ്ങളിൽ പാർക്കിംഗ് ഉണ്ട്, ഓഡിറ്റോറിയം പോലും ആ ഭാഗത്തേക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുക. റോഡിൻ്റെ 2 വശങ്ങളിലും തുടർന്ന് വെമ്പായം മുതൽ പെരുങ്കൂർ വരെയുള്ള പ്രദേശത്ത് തുടർച്ചയായി 2 വശത്തും വാഹനം പാർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ വാഹനങ്ങളുടെ പാർക്കിംഗ് ഒഴിവാക്കുന്നതിന് വേണ്ടി പോലീസ് അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ഈ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഈ റോഡിനെ കുറിച്ചുള്ളതാണ് അദ്ദേഹം പങ്കുവെച്ചത്. ആ കാണുന്ന വളവിലൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നത് വളരെ ദുഷ്കരമായിട്ടാണ്, അല്ലെങ്കിൽ വളരെ അപകടകരമായിട്ടാണ് കടന്നു പോകുന്നതെന്ന് തന്നെ പറയാം. വേഗത കൂടിക്കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾ അത് വിളിച്ചു വരുത്തും. അതുകൊണ്ട് തന്നെ അടിയന്തരമായ ഇടപെടൽ ഈ MC റോഡിന്റെ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്.